ഓക്കെ സാറേ വിറക് വെച്ചു. ഓക്കെ ഓക്കെ ഇനി സാറേ കത്തിക്കാനുള്ള ഇത് വേണം. കത്തിക്കാം ഇതല്ലേ? ഓ അത് തന്നെ സാർ പോയി എടുത്തിട്ടോ. എന്താണ് നോക്കുന്നത്? ഇതെല്ലാം കൂടെ കണ്ടോ വിറക് നിന്ന് കത്തുന്നത് കണ്ടോ നീ? കൊള്ളാം, നല്ല ഐഡിയ. ഗ്യാസ് ലൈറ്റർ കൊണ്ട് അടുപ്പിൽ വിറക് കത്തിക്കാൻ പോന്നു. ഓക്കെ ഉണ്ടോ? കത്തുന്നില്ലല്ലോ. ഏത് വിറക് കത്തിക്കേ? എന്റെ സാറേ ഇത് ഗ്യാസ് കത്തിക്കുന്ന സാധനമല്ലേ? ഇത് വിറക് കത്തിക്കാൻ കിടികിടി നടിച്ചാ കത്തി. ഞാൻ നിന്നോട് ചോദിച്ചല്ലേ വിറക് കത്തിക്കാൻ ഇത് മതിയെന്ന്? അപ്പൊ നീയല്ലേ പറഞ്ഞ മതിയെന്ന്? ഇങ്ങനെ കാണിച്ച് ഞാൻ എങ്ങനെ കാണായി സാറേ? ഞാൻ വേണ്ട. വില്ലേജ് ഓഫീസറാണ് പോലും തീപ്പട്ടിയുടെ ഉപയോഗം അറിഞ്ഞുകൂടാത്ത മനുഷ്യൻ. കത്തിക്കാൻ പറ്റുന്നില്ല. മിക്കവാറും ഒന്നും ഇവിടെ എന്തെങ്കിലും നടക്കും. നോക്കിയോ കത്തിക്കുന്ന കണ്ടോ നീ? കത്തുന്നില്ല. ഇങ്ങനെ കത്തിച്ചായി വിറക് കത്തുവോ സാറേ? ഏതെങ്കിലും കുറച്ച് പേപ്പർ എടുത്ത് കത്തിക്ക്. പടക്കം കൊളുത്തിട്ട് പാടുന്നതാ. ചൂട്. ഓക്കെ കണ്ടോ നീ? എന്തോന്ന് ഉച്ചവേലത്ത് തീയായി നേടിയുടെ അവിടെ. സാറേ തീ പടരുന്നുണ്ടോ? ഇനി പാത്രം എടുത്തുണ്ടോ? ഇതിൽ വയ്ക്കാൻ പാത്രമേ ഇതിൽ വയ്ക്കണ്ടേ? പോയിട്ടോ. കത്തില്ലേ? നീ കൂടെ നടന്നു വെച്ചോ. എടുത്തിട്ട് സാറേ ഇത് അടുപ്പ് വയ്ക്കേ? സാറേ ഇത് കുക്കറാണ്, ഗ്യാസിൽ വെക്കുന്ന പാത്രമാണ്. ഈ തീയിൽ വെക്കുന്ന പാത്രം എടുത്തുണ്ടോ? ഗ്യാസിൽ പിന്നെ തീയല്ല തേങ്ങയാണ് അടുത്ത്. എന്റെ സാറേ ഇത് ഈ തീയിൽ വെച്ച് കഴിഞ്ഞാൽ കരിയാവൂലേ എല്ലാം? ഇതോടെ ഇരിക്കുമല്ലോ. ഇതെന്തോന്ന് കുക്കർ ചുട്ട് തന്നെയാണ്. വക്കീൽ കണ്ട എന്റെ മണ്ട അടിച്ച് പൊളക്കും. സാർ ഈ തീ അടുപ്പിൽ വെക്കാനുള്ള പാത്രം എടുത്തുണ്ട് വാ. എടേ ഇതിലാ മറ്റേ വിസിലൊക്കെ ഉണ്ട്. അത് നമുക്ക് ഉത്സവ പറമ്പിൽ നിന്ന് വാങ്ങിക്കാം വിസില്. ഓ സാർ പോയിട്ട്. പിന്നെ വേവണം നമ്മളെങ്ങനെ അറിയും? അത് പാത്രം എണീറ്റ് പറയുന്ന വെന്തേന്ന്. സാർ പോയിട്ട് വാ. പറയണ്ടേ? എന്താ വെക്കാൻ പറ്റുന്നില്ലായിരുന്നു? ഇപ്പൊ ഇതിനെല്ലാം ഉണ്ടാക്കുന്നു പറഞ്ഞിട്ടാണല്ലോ പോയത്. നട്ടുച്ചയ്ക്ക് ദോശയാ? ദോശയല്ല എന്റെ. കറക്റ്റ്. ഇപ്പൊ ഓക്കെ കത്തിക്കൊണ്ടിരുന്ന തീയോ അണഞ്ഞ് സമാധാനമായില്ല. സാർ ഇത് എന്തുണ്ടാക്കാനാണ് പ്ലാന്? സാറേ ഇതിൽ എന്തുണ്ടാക്കാനാണ് പ്ലാൻ? സാറേ ഞാൻ അടിച്ചു കൊന്നിട്ട് എവിടെയെങ്കിലും ഇറങ്ങിപ്പോവും. സാറേ ഈ ദോശക്കല്ലിൽ ആരെങ്കിലും സാമ്പാർ ഉണ്ടാക്കിയ ചരിത്രം ഉണ്ടോ? ഇതിന് മേലെ വെക്കല്ലേ വേറെ? ഇതിന്റെ മേളിൽ എന്തിനാണ് വെക്കുന്നത്? സാറേ സാമ്പാർ ഉണ്ടാക്കണമെന്നിട്ട് വലിയ പാത്രം വേണം. ഒരു വലിയ പാത്രം എടുത്തോണ്ട് വരണം. ഓ എങ്കിലല്ലേ സാമ്പാറിന്റെ കഷ്ണം എല്ലാം കൂടെ. സാറേ ഇതാരും തല വെച്ചോ. സാറേ ചുട്ടോ? അവൻ അറിയില്ല. അവന്റെയാണ് കുഴപ്പം. അയ്യോ ഇന്ന് ബിരിയാണിയാണെന്ന് തോന്നുന്നു. ഹലോ 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 ഇതെന്തുണ്ടാക്കാനാ? സാമ്പാർ വെക്കാം. ആരുടെ 16 എന്തിനാ? നിന്റെ അച്ഛന്റെ. താങ്ക് യു. അവക്ക് അത് അറിഞ്ഞേ മതിയാവും. കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു. ഞാൻ ചൂടായിരുന്നു അങ്ങോട്ട് മാറ്റി വെച്ചതാ. അതിൽ തന്നെ ഇതെന്തിനാ സാമ്പാർ വെക്കാൻ? ഇത് ആർക്കുള്ളതാ ഇവിടെ സമൂഹ സദ്യ? സാറേ ഒരു കുടുംബത്തിനല്ലേ ഇതിൽ വെക്കേണ്ട കാര്യം? വലിയ പാത്രം എടുത്തോണ്ട് പറഞ്ഞു. വലിയ പാത്രം എന്ന് പറഞ്ഞാൽ ഈ അടുപ്പിൽ നിൽക്കുന്ന പാത്രം. നീ ഇതിൽ വെച്ചാ മതി. നീ ഒരു കാര്യം തൽക്കാലം ഇത് ആൾക്കാർ കണ്ട എന്തോന്ന് വിചാരിക്കും? നീ ആൾക്കാരെ നോക്കണമെന്നില്ല. ഗേറ്റങ്ങ് പൂട്ടി അത് ആരും കാണൂല. സാറേ നാട്ടുകാരെല്ലാരും കൂടെ ഇങ്ങോട്ട് കയറി വരുമെന്ന് അവർ വിചാരിക്കും സമൂഹ സദ്യ ആയിരിക്കുമെന്ന്. അല്ല സാമ്പാർ വെക്കണ്ടേ? ചെറിയ കലം എടുത്തോണ്ടൊന്നായില്ല. സാറേ സാമ്പാർ വെക്കണ്ടേ? അപ്പോഴേ ഒന്ന് തിരിഞ്ഞ് പൊള്ളിയോ? പൊടി. ഹലോ മതിയാക്കി പോയതാണോ? മതിയാക്കി അല്ല പോയത്. സാറിന് മതിയായി അങ്ങനെ പോയതാ. ഇപ്പൊ വരാമേ. ഹലോ എന്ത് പറ്റി? പരിപാടി അവസാനിപ്പിച്ചോ? എന്തായാലും മെനക്കെട്ട് വിറവ് കിട്ടുന്നല്ലേ, എന്തെങ്കിലും ഉണ്ടാക്കായിരുന്നു. മോഹനേഷ് സാറ് എന്തെങ്കിലും ഒരു കാര്യത്തിൽ തോക്കാന്നൊക്കെ പറഞ്ഞാൽ അത് അത്ഭുതമല്ലേ? അതിപ്പോ ആ അടുപ്പിന് പറ്റിയ പാത്രം ഈ വീട്ടിലില്ലാത്തോണ്ടല്ലേ. ഉണ്ടായിരുന്ന ഞാൻ 1/2 മണിക്കൂറിന് സാമ്പാർ ഉണ്ടാക്കിയാണ്. അപ്പൊ അതാണ് കാര്യം.
നമ്മുടെ വീട്ടിലെ അടുക്കളയും അടുക്കളയിലെ പാത്രങ്ങളും മുഴുവൻ ഗ്യാസിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. ഒരൊറ്റ ദിവസം കൊണ്ട് ഗ്യാസ് ഉപേക്ഷിച്ച് വിറകടുപ്പ് തിരികെ കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. അടുക്കള പൊളിച്ചു പണിയണം, വിറകടുപ്പിന് പാകമായ പാത്രങ്ങൾ വാങ്ങണം, കൃത്യമായിട്ട് വിറക് കിട്ടുമെന്ന് ഉറപ്പുവരുത്തണം. വികസനം വരുമ്പോ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് മോഹനേഷ് സാറേ. എവിടെയെങ്കിലും വെച്ച് കുഴപ്പമുണ്ടെന്ന് കണ്ടാലും തിരിച്ചു പോകാൻ പറ്റും. അപ്പോ ഗ്യാസിന് ഇങ്ങനെ വില കൂടിയാ നമ്മളങ്ങ് സഹിച്ചോളണം. അത് രാഷ്ട്രീയമാണ്. രാഷ്ട്രീയ കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ മോഹനേട്ടനല്ലേ മിടുക്കൻ. എടുത്തു ചാടിയ ഒരു മാറ്റം വരുത്താൻ നമ്മളെ കൊണ്ട് പറ്റില്ലെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പൊ എങ്ങനെയാ, ഗ്യാസ് വേണോ അടുക്കള പൊളിക്കണോ? പൊളിക്കണ്ട, ഇങ്ങനെയാണെങ്കിൽ ഗ്യാസ് വാങ്ങുന്നതന്നെ ലാഭം ആണല്ലേ. അപ്പൊ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന വിറകോ എന്റെ തല വെച്ച് കത്തിച്ചോ. വക്കീല് പറഞ്ഞതുപോലെ വികസനം കൂട്ടത്തോടെ വരുമ്പോ നമുക്ക് പഴയതുപോലെ ആകാൻ പറ്റാതെ വരും. മനുഷ്യൻ ചെയ്യേണ്ട ജോലികൾ കമ്പ്യൂട്ടറിനെ ഏൽപ്പിച്ച് സ്വയം മിടുക്കന്മാർ ചമയുന്നവർ മനസ്സിലാക്കേണ്ടത് കമ്പ്യൂട്ടർ ഒന്ന് കേടായാൽ നമ്മുടെയൊക്കെ കാര്യങ്ങൾ നടക്കാതെ പോകുമെന്നാണ്. ബഹിരാകാശത്തിന്റെ എത്തും പിടിയും കിട്ടാത്ത ദൂരങ്ങളിൽ അലഞ്ഞു നടക്കുന്ന ഒരു ഉപഗ്രഹം പണിമുടക്കിയാൽ തീരാവുന്നതേ ഉള്ളൂ നമ്മുടെ സാങ്കേതിക വിദ്യകൾ എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിസ്സാരങ്ങളിൽ നിസ്സാരമായ മറ്റൊരു കാര്യവുമായി കാര്യം നിസ്സാരം നാളെ രാത്രി 9 മണിക്ക്.